ഹായ്, സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വരാൻ പോകുന്ന വിവിധ പരീക്ഷകൾക്കായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, 10th മെയിൻസ്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ്, KAS പരീക്ഷകൾക്കൊക്കെ വരുന്ന വൊക്കാബുലറി സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്നും നമുക്ക് റാപ്പിഡ് സെക്ഷൻ ആയിട്ട് മാക്സിമം ഒരു 10-30 മിനിറ്റ് കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? നോക്കണേ. പ്രശാന്തം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? പ്രശാന്തം പ്രശാന്തം എന്ന് പറഞ്ഞാൽ വളരെ പ്രശാന്തമായത് എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പ്രശാന്തമായത്, ശാന്തസുന്ദരം എന്നുള്ള അർത്ഥത്തില്. നിശാന്തം, പ്രദോഷം, പ്രക്ഷുബ്ധം, നിർദോഷം. യെസ്, പ്രക്ഷുബ്ധമാണ് ആൻസർ. അപ്പൊ പ്രക്ഷുബ്ധം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? പ്രക്ഷുബ്ധം കലങ്ങി മറിഞ്ഞത്, അല്ലെങ്കിൽ പിന്നെന്താണ്, പ്രശ്നബാധിത. നമ്മൾ പറയില്ലേ, കടൽ പ്രക്ഷുബ്ധമായിരുന്നു, മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. പ്രശാന്തത്തിന്റെ നേരെ വിപരീതം, ആകപ്പാടെ കോളിളക്കം സൃഷ്ടിച്ചത്, കലങ്ങി മറിഞ്ഞത് എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാന്തമാണെങ്കിൽ നമുക്ക് 3 വിപരീതം പറയാം. ഏതൊക്കെയാ? രൗദ്രം, അതുപോലെ അശാന്തം പറയാം, പിന്നെ ഉഗ്രവും പറയാം. ഇങ്ങനെ 3 വിപരീത പദങ്ങളാണ് ശാന്തത്തിനുള്ളത്. പ്രശാന്തമാണെങ്കിലോ പ്രക്ഷുബ്ധം. ഇനി ഈ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഭംഗിയായിട്ട് പഠിച്ചു പോകാൻ വേണം. പിന്നീട് ഇരുന്നുള്ളൊരു പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോകാം. പിന്നെയുള്ളത്, സജീസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അങ്ങോട്ട് പരീക്ഷയുടെ സമയമാണ്. ധാരാളം വീഡിയോസ് ഇതുപോലെ മാരത്തോൺ വീഡിയോസ് ഇടുന്നതാണ്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് തന്നെ ഇടാവുന്നതാണ്. സജീസ് മലയാളം ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും രാത്രി 10 മാർക്കിനുള്ള പോൾ എക്സാംസ് ഉണ്ടാവും. ഇനി അങ്ങോട്ട് 10 മാർക്ക് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് 20 മാർക്കിന്റെ പോൾ എക്സാംസ് ആണ് എല്ലാ ദിവസവും, സൺഡേസ് ഉൾപ്പെടെ എല്ലാ ദിവസവും പോൾ എക്സാമും ഉണ്ടാവും. ചാനലിന്റെ പേര് സജീസ് മലയാളം എന്നാണ്, ടെലഗ്രാം ചാനൽ. ഓക്കെ. കൊടുത്തു അധികം ഇല്ല ചേർത്തെഴുതിയാൽ കൊടുത്തില്ല അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. കൊടുത്തു പ്ലസ് ഇല്ല. കണ്ടോ? ഇവിടെ തു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത്ത് അധികം ഊ എന്നാണ് അല്ലെ? ഈ ഊ അങ്ങ് ലോപിച്ച് ഇത്ത് ഈ ചേർന്ന് ഇത്തി എന്നാവും. അപ്പോ കൊടുത്തില്ല, ലോപസന്ധി. ഊ ലോപിച്ചു. കൊടുത്തു പ്ലസ് ഇല്ല, കൊടുത്തില്ല, ലോപസന്ധി. മേനിയെ പിക്കിൾ, മെയ്ക്ക് മിക്കിൾ. ഇതിന് സമാനമായ പഴഞ്ചൊല്ലേതാണ്? അധികമായാൽ അമൃതും വിഷം. അതല്ല. ടു മെനി ഓഫ് എനിത്തിങ് നത്തിങ് ഗുഡ്. അച്ചാറ് കൂടിയാൽ സദ്യ കേമം. അത് ഈ പിക്കിളെന്ന് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ ഇട്ടേക്കാണ്. പലതുള്ളി പെരുവെള്ളം. ഇവിടെ ആൻസർ എന്താ വരുന്നത് മക്കളെ? പലതുള്ളി പെരുവെള്ളം. കുറച്ച് ചേർത്തിട്ടാണ് ഒരു വലിയ കാര്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അറിയില്ല, കുറച്ച് പൈസ അവരവരുടെ കയ്യിൽ ഉള്ളത് ഇട്ടിട്ടത്തെ ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറ്റുന്നത്. അപ്പൊ പലതുള്ളി പെരുവെള്ളം. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപം. ഇതെങ്ങനെയാ ഒന്ന് പിരിക്കുക? പശ്ചാത് അധികം താപം ചേർത്തെഴുതുമ്പോ പശ്ചാത്താപം. ദുത്വസന്ധി. എന്ത് സന്ധിയാ വരുന്നത് ഇവിടെ? ദുത്വസന്ധി. കണ്ടോ? ദുത്വസന്ധിയാണ് വരുന്നത്. പശ്ചാത് പ്ലസ് താപം, പശ്ചാത്താപം, ദുത്വസന്ധി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കൊന്ന് നോക്കാം. ഈ പശ്ചാത് എന്ന വാക്കിന്റെ അർത്ഥം പിന്നീട് തോന്നുന്ന താപം. താപം മീൻസ് എന്താണ്? ദുഃഖം. അപ്പൊ പിന്നീട് തോന്നുന്ന ദുഃഖത്തിനെയാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വാക്യശുദ്ധിയിലോ മറ്റോ അകാരണമായി വിദ്യാർത്ഥിയെ ശിക്ഷിച്ച അധ്യാപിക പിന്നീട് പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പൊ പശ്ചാത്ത് തന്നെ പിന്നീട് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ പിന്നീട് തോന്നുന്ന താപമാണ് പശ്ചാത്താപം. അതുകൊണ്ട് തന്നെ പിന്നീട് പശ്ചാത്തപിച്ചു എന്ന് വേണ്ട. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു. അവർ രണ്ടുപേരും കൂടി ഒപ്പം. ഈ കൂടി അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് മതി. അവർ രണ്ടുപേരും ഒരുമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കൂടി ചേർന്ന് എന്നുള്ളൊരു അർത്ഥം കിട്ടും. അപ്പൊ പിന്നെ രണ്ടുപേരും കൂടി ഒപ്പമെന്നോ രണ്ടുപേരും കൂടി ഒരുമിച്ചെന്നോ വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് മതി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റിപു എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദം ഏതാണ്? റിപു എന്നാൽ ശത്രു എന്നാണ് അർത്ഥം. റിപു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശത്രു അല്ലെ? അപ്പൊ
നമുക്ക് വിപരീതം അരിപു വൈരി ബന്ധു. ബന്ധു ശത്രുബന്ധു എന്നല്ലേ നമ്മൾ പറയുന്നത്. ബന്ധുവാര് ശത്രുവാര്. അപ്പൊ ബന്ധു എന്ന് ചോദിച്ചാലും രിപു എന്ന് ചോദിച്ചാലും വൈരി എന്ന് ചോദിച്ചാലും ഒക്കെ അതിന്റെ വിപരീതം ശത്രു തന്നെയാണ്. ഓക്കെ അല്ലേ? അല്ല ബന്ധു. അപ്പൊ നമുക്ക് ശത്രുവിന്റെ പര്യായമായിട്ട് എന്തൊക്കെ പറയാം? വൈരി, അരി, രിപു. ഇതത്രയും ശത്രു എന്നതിന്റെ പര്യായ പദങ്ങളാണ്. വൈരി, അരി, രിപു. അപ്പൊ പിന്നെ രിപു എന്ന് പറഞ്ഞാൽ ശത്രുവായി. ശത്രുവിന്റെ വിപരീതം ചോദിക്കുമ്പോൾ ബന്ധുവാര്. ആ പാട്ട് ഓർത്താൽ മതി. ബന്ധുവാര്, ശത്രുവാര്. ശൈലി മുള്ളിന് മൂർച്ചയും തുളസിക്ക് ഗന്ധവും. കുത്തുവാക്ക് പറയുക. പുറമോടി ഉണ്ടെങ്കിലും ഗുണമില്ല, പുച്ഛിക്കുക സഹജമായ ഗുണങ്ങൾ. യെസ്, മുള്ളിന് എപ്പോഴും മൂർച്ചയുണ്ട്, അതിന്റെ സഹജ ഗുണം അതാണ്. പിന്നെയോ തുളസിക്ക് ഗന്ധം, അത് തുളസിയുടെ സഹജ ഗുണം. എപ്പോഴും കൂടെ നടക്കുന്നയാൾ. ഒറ്റപ്പദം ഏതാണ്? സന്തത സഹചാരി നമ്മൾ പറയൂലേ. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കാണും പറയും, ഇത് വിദ്യ എൻ്റെ സന്തത സഹചാരിയാണ് എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന ആളാണെന്നുള്ള അർത്ഥം. ഉണ്ണി എന്ന പദത്തിന്റെ എതിർലിംഗം. ഇങ്ങനെ ഏതോ ഒരു സിനിമയിൽ കവിയൂർപ്പന്നെ വിളിക്കൂലേ, ഉണ്ണി ഉണ്ണി എൻ്റെ ഉണ്ണിയെ കണ്ടോ? ആ ഉണ്ണിയല്ലേ ഇത്. ഉണ്ണി ഒരു കാസ്റ്റ്, ഒരു ജാതിയാണ്. ഉണ്ണിയുടേത് ഇട്ടിയാണ്. എന്നാൽ ഉണ്ണിത്താനാണെങ്കിലേ ഇട്ടി അമ്മയാവും. എന്താണ്? ഇട്ടിയമ്മ. ഉണ്ണിത്താനാണെങ്കിൽ ഇട്ടിയമ്മ. രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയ നേതാവില്ലേ? അതൊരു കാസ്റ്റാണ്, ഒരു സമുദായ വിഭാഗമാണ്. അപ്പൊ ഉണ്ണിത്താൻ ഇട്ടിയമ്മ. ഉണ്ണിയാണെങ്കിൽ ഇട്ടി. പണ്ടത്തെ മണിപ്രവാള കാവ്യങ്ങളൊക്കെ ഉണ്ട്. ഇട്ടിയച്ചി ചരിതം, ഇട്ടിയച്ചി പഞ്ചകം. അപ്പൊ ഇട്ടി എന്ന് അന്നത്തെ ഒരു സമുദായത്തിലെ സ്ത്രീയെ പറയുന്നതാണ്. ഓക്കെ. എ ഹൈഡ് ഹോഴ്സ് ടയേർഡ് ഇറ്റ് നെവർ. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് വെച്ചാലേ പിന്നെ എ ഹയേഡ് ഹോഴ്സ് ടയേർഡ് നെവർ എന്ന് വെച്ചാൽ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി. അത് വല്ലൂരുടെ മുതൽ എങ്ങനെ പോട്ട് എന്നൊക്കെയുള്ള ചിന്ത. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ 10 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ 10 ചോദ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നോക്കി പോവാം. ഇതെല്ലാം തന്നെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിലെ PYQ ചോദ്യങ്ങളാണ്. മലയാളത്തെ സംബന്ധിച്ച് റിപ്പീറ്റ് അടിക്കുന്ന ഒരു പതിവുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണേ. സെറ്റ് 2. മാതുലൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. മാതുലൻ ആരാ? അമ്മാവൻ അഥവാ അങ്കിളാണ് അല്ലെ, അമ്മാവൻ. അപ്പൊ മാതുലനാണെങ്കിൽ എന്ത് വരും? മാതുലാനി. എന്താ വരിക? മാതുലാനി. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആഗ്രഹിക്കും അല്ലെ. സത്യം, എനിക്ക് ഹിമാലയത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എൻ്റെ കുറച്ച് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, PSC പരീക്ഷയ്ക്ക് എഴുതി ക്രാക്ക് ചെയ്യുമ്പോൾ എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോകണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു, പലരും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഗുരുവി ഞങ്ങൾ കൊണ്ടുപോകാം ഗുരുവിയെ ഹിമാലയത്തിന്റെ അടിവാരങ്ങളിൽ. എനിക്ക് പറഞ്ഞു, മക്കളെ നമുക്ക് ഹിമാലയ സാനുക്കളിൽ പോയി നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ഗുരുവി നമുക്കൊരു അടിപൊളിയായിട്ട് നമുക്ക് ഹിമാലയൻ ട്രിപ്പ് വയ്ക്കാം, പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൈലത്തിലെ മക്കളും പറഞ്ഞിട്ടുണ്ട്, പുറത്തുള്ള മക്കളും പറഞ്ഞിട്ടുണ്ട്. സൈലത്തിലല്ലാത്ത പഠിക്കണ മക്കളില്ലേ, പോലീസിലൊക്കെ പഠിക്കണ മക്കളുണ്ടാവും. ജോലി കിട്ടട്ടെ ഗുരുവിക്ക്, എവിടെയാ പോകണ്ടേ, ഞങ്ങളും കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഫണ്ടൊക്കെ ഞാൻ തരാം, കൊണ്ടുപോയാൽ മതി. അപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ്. അപ്പൊ നിങ്ങളും ഇതൊക്കെ പഠിച്ച് പെട്ടെന്ന് ജോലി ഇട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഹിമാലയൻ ട്രിപ്പ് പോകണം. നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണം. അതന്നെ, ഗുർവിയും ഗുർവിയുടെ മക്കളും എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. എന്നിട്ട് അതിൽ നമ്മളെ പെൺകുട്ടികളും നമ്മളെ ആൺകുട്ടികളും നമ്മളെ മക്കളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നമ്മളൊരു ഹിമാലയ സാനുക്കളിലേക്ക് പോവും. അത് തന്നെ. അപ്പം ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അല്ല. ഇത് നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആഗ്രഹിക്കും. നമ്മൾ നടത്തുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അല്ലേ. അത് തന്നെ. നമ്മളെ മക്കൾക്കൊക്കെ ജോലി കിട്ടട്ടെ, ജോലി കിട്ടിയാലല്ലേ സന്തോഷവും പൈസയൊക്കെ വരുള്ളൂ. എന്നിട്ട് നമ്മളൊരു പോക്കങ്ങ് പോവും ഹിമാലയത്തിലേക്ക്. അത് തന്നെ. ഇനി കൈതവം കള്ളം. അങ്ങനെയാണെങ്കിൽ കൈരവം എന്താണെന്ന്. കൈതവം കാണാ കണ്ണിൽ, ആ മാമ്പഴം കവിതയിൽ പറയുന്നുണ്ട്. കൈതവം കള്ളം, കുഞ്ഞുങ്ങളുടെ കണ്ണിൽ കള്ളം ഇല്ലല്ലോ ആ അർത്ഥത്തിലെ. കൈരവം ആമ്പൽ. കൈരവം എന്താണ്? ആമ്പലാണേ, ആമ്പൽ. ഇനി കൈരവി ആരാ? ഈ ആമ്പലിന്റെ കാമുകൻ. കൈരവി ആരാ? മിസ്റ്റർ ചന്ദ്രൻ. ചന്ദ്രനാണ് ആര്? കൈരവി. കൈരവമോ? ആമ്പൽ. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചനം ഏത്? അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ജെൻഡർ അറിയാൻ പറ്റാത്ത പദങ്ങളെയാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. കുട്ടികൾ
കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണ്. നമുക്ക് അതിന്റെ ജെൻഡർ അറിയാൻ പറ്റുന്നില്ല. അലിംഗ ബഹുവചനം. നമ്പൂതിരിമാരോ സലിംഗ ബഹുവചനം. ആണുങ്ങളെയല്ലേ നമ്പൂതിരിമാരെന്ന് പറയുന്നത്, പെണ്ണുങ്ങൾ അന്തർജനങ്ങളാണ്. അധ്യാപകന്മാർ സലിംഗം. അപ്പൊ പിന്നെ കുട്ടികളായിരുന്നു ആൻസർ. ഓക്കെ അല്ലേ? രോഷം എന്ന പദത്തിന്റെ വിപരീതം തോഷം. അങ്ങനെയാണ് സം പ്ലസ് തോഷം. ദേ ഈ അനുസ്വാരം അങ്ങ് പോവും. ത ഥ ദ ഥ ന. തായുടെ അനുനാസികമായ ന വരും. ന് പ്ലസ് ത ഈസ് ഈക്വൽ ടു ഇന്ത. കണ്ടോ? അപ്പോ ഇവിടെ എന്തായി? സം പ്ലസ് തോഷമാണ് സന്തോഷം. സം നന്നായിട്ട്, സംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെയധികം തൃപ്തിയുള്ളത് സംതൃപ്തി. സന്തോഷം, വളരെയധികം ദോഷമുള്ളത്. ദോഷം മീൻസ് ഹാപ്പിനെസ് എന്നുള്ള അർത്ഥം തന്നെ. അപ്പൊ സന്തോഷമാണ് എന്താവുന്നത്, സന്തോഷമാകുന്നത്. ദോഷം രോഷം. അതുപോലെ സന്തോഷത്തിന് ഇമ്പം എന്നും പറയും. ഇമ്പം തുമ്പം. ഇമ്പം എന്താ? തുമ്പം. കാരണം ഒരു പരീക്ഷയ്ക്ക് വന്നിരുന്നു ചിറ്റിമ്പം. ചിറ്റിമ്പം എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷം. അതിന്റെ നേരെ വിപരീതം വലിയ സന്തോഷം, പേരിമ്പം. കമലഹാസന്റെ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഏ ചിറ്റിമ്പം പേരിമ്പം റംബം ബം 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 ബം. ചിറ്റിമ്പം പേരിമ്പം. ചെറിയ ചെറിയ സന്തോഷം, വലിയ വലിയ സന്തോഷം. ആ അർത്ഥത്തില് പഠിച്ചു വെച്ചോ. ഇത് പേവയ്ക്കുമാണ്. ചിറ്റിമ്പം പേരിമ്പം. സെറ്റല്ലേ? യെസ്. ഇമ്പം സന്തോഷം. തുമ്പമോ സങ്കടം. എന്നാൽ തുമ്പം ഉള്ളത് തുമ്പി എന്ന് പറയരുത്. ആ തുമ്പി വേറെ തുമ്പി, പറന്നു പോകുന്ന തുമ്പി. തുമ്പം സങ്കടം, ഇമ്പം സന്തോഷം, ചിറ്റിമ്പം ചെറിയ സന്തോഷം, പേരിമ്പം വലിയ സന്തോഷം. അത് ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ എപ്പോഴോ പറഞ്ഞപ്പോൾ ഏതൊരു കുട്ടി എനിക്ക് കോഡ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെ, അതേ ഗുരുവി, ചിറ്റപ്പൻ ചെറുത്, പേരപ്പൻ വലുത്. അപ്പൊ ചിറ്റിമ്പം ചെറിയ സന്തോഷം, പേരിമ്പം വലിയ സന്തോഷം. അങ്ങനെ. ഓക്കെ. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദം നമുക്കറിയാം. ആ ജാനു ബാഹു. കള്ള PSC, സൈക്കോ PSC ഈ ആ ജാനു ബാഹുവില് അടയാളം ഇടാൻ മറന്നിട്ട് ആ ജാന ബാഹു എന്നിട്ടിട്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൈ രണ്ട് താഴേക്കിടുമ്പം നിവർന്ന് നിന്നിട്ട് കാൽമുട്ടിൽ നമ്മുടെ വിരലുകൾ തട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആജാനുബാഹുക്കളാണ്. അല്ലാതെ ജിമ്മിലൊന്നും പോയിട്ട് വരുന്നത് ജിംനാസ്റ്റിക് അറിയാം സോണിയ എന്ന് വിളിക്കുന്ന സോണിയൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ മെലിഞ്ഞൊക്കെ ഇരുന്നാലും മതി. പക്ഷെ നമ്മൾ നിവർന്ന് നിന്ന് കൈകൾ താഴേക്കിടുമ്പോൾ കാൽമുട്ടിൽ സ്പർശിക്കുന്നെങ്കിൽ നമ്മൾ ആജാനുബാഹു. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എണീറ്റ് നിന്നിട്ട് കൈ താഴേക്കിട്ട് മുട്ടിത്തട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആജാനുബാഹു എങ്ങാനും ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് കമന്റ് ഇടണം. കാര്യം എന്താ അറിയോ? ലക്ഷക്കണക്കിന് പേരിൽ ഒരാളെ ആജാനുബാഹു ആകുള്ളൂ എന്ന്. നമ്മളൊന്നും ആജാനുബാഹുക്കളല്ല. അതൊരു ബോഡി പ്രൊപ്പോർഷനാണ്. നിവർന്ന് നിന്ന് കൈകൾ താഴേക്കിടുമ്പോൾ കുനിഞ്ഞു മുട്ടരുത്, അല്ലാണ്ട് മുട്ടണം. ഈ കൈവിരലുകൾ വന്ന് കാൽമുട്ടി തട്ടുമെങ്കിൽ ആജാനുബാഹു. ബാഹു കൈ, ബാഹുബലി കൈക്ക് നല്ല ബലമുള്ളവൻ. ഉമിനീരിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. യെസ്. ശ്രണിക, ലാല, സ്യന്തിനി. ലാല സ്യന്തിനി. 2, 3 ശരി. 1, 2 അല്ല, 2, 3 ശരി. ഓക്കെ അല്ലേ? അല്ല, ശ്രണികയും പറയും 3 ശരി. സോറി കേട്ടോ, 3 ശരി എന്നുള്ളതാണ് അർത്ഥം. 3 ശരി, എല്ലാം ശരി തന്നെ. ശ്രണിക എന്നും ലാല എന്നും സെന്തിനി എന്നും പറയും. എന്തിനെ? ഉമിനീരിനെ. ദേ മർഡേർഡ് ഹിം ഇൻ കോൾഡ് ബ്ലഡ്. അവർ അവനെ തണുത്ത രക്തത്താൽ കൊന്നു. അവർ അവനെ രഹസ്യമായി കൊല ചെയ്തു. അവർ അവനെ എളുപ്പത്തിൽ കൊല ചെയ്തു. അവർ അവനെ അതിക്രൂരമായി കൊന്നു. യെസ്, അവർ അവനെ അതിക്രൂരമായി കൊന്നു. ദ മർഡേർഡ് ഹിം ഇൻ കോൾഡ് ബ്ലഡ്. അവർ അവനെ അതിക്രൂരമായി കൊന്നു. അങ്ങനെ മക്കളെ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കുന്നു. 30th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ 21ാമത്തെ ചോദ്യത്തിൽ പോകുന്നു. താഴെ പറയുന്നതിൽ ശരി ഏതാ? 10 മാങ്ങകൾ തെറ്റ്. 10 മാങ്ങ എന്ന് മതി കേട്ടോ. 8 ദിക്ക് ശരി. 5 രൂപകൾ തെറ്റ്. 5 രൂപ എന്ന് മതി. 1000 സ്ത്രീകൾ ശരി. ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ സംഖ്യ വന്നാൽ ബഹുവചനം ആകാം. എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ സംഖ്യ വന്നാൽ പിന്നെ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഈ റൂമിലേക്ക് ഒരല്പം പോലും കാറ്റ് കിട്ടണില്ല. സെറ്റാക്കാം നമുക്ക്. ഒന്നുകൂടെ ഒരു AC ഒക്കെ വെച്ച് തണുത്തിട്ടിരുന്ന് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാവിടെ. അപ്പൊ ഒന്നുകൂടെ 10 മാങ്ങകളല്ല, 10 മാങ്ങ. 8 ദിക്ക് ശരിയാണ്. 5 രൂപകളെന്ന് വേണ്ട, 5 രൂപ മതി. 1000 സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറയുമ്പം സ്ത്രീകൾ, കുട്ടികൾ, അധ്യാപികമാർ എന്നൊക്കെ പറയുമ്പോൾ ബഹുവചനം ആവാം. കാര്യം അത് ജീവനുള്ളതല്ലേ.
അപ്പൊ നമുക്ക് താഴെ പറയുന്നതിൽ ശരി ഏതാ? 2ഉം 4ഉം. യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. തൺ പ്ലസ് താർ, തണ്ടാർ അല്ലെ, ഇതുപോലെ വരുന്നതല്ലേ. വിൺതലം എന്താവും മക്കൾസ്? വിണ്ടലമാവും അല്ലെ. യെസ്. കൺ പ്ലസ് തൂ, കൺതൂ, കണ്ടു എന്താവും? കണ്ടു. അതുപോലെ ഉൺ പ്ലസ് തു, ഉണ്ടു എന്താവും? ഉണ്ടു, ഉണ്ടു. സെറ്റ്. ഓക്കെ അല്ലേ? യെസ്. തണ്ടാർ എന്ന് പറഞ്ഞാൽ താമരമൊട്ടാണേ. തണ്ടാറ് താമരമൊട്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കൂ എന്ന പഴഞ്ചൊല്ല് നൽകുന്ന സന്ദേശം. ദുഷ്ടപ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം. ഉപ്പ് തിന്നുന്നത് ശരീരത്തിന് ദോഷമാണ്. എല്ലാവരും സൽക്കർമ്മം ചെയ്യണം. ദുഷ്ടപ്രവൃത്തി ചെയ്താൽ അതിനുള്ള ഫലം കിട്ടും. ഉപ്പ് തിന്നുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറ്റം ചെയ്യുക. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. ഒറ്റപ്പദമാക്കുക. പ്രഥമമായി ഗണിക്കേണ്ടവൻ പ്രഥമഗണനീയനെന്നോ അഗ്രഗണ്യൻ. അഗ്രഗണ്യന് നമുക്ക് കഴിവുള്ളവൻ എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. പിന്നെ ഇങ്ങനെയും പറയാം, അഗ്രഗണ്യൻ, അഗ്രത്തിൽ ഗണിക്കേണ്ടവൻ, കഴിവുള്ളവൻ ഓർ പ്രഥമഗണനീയൻ, രണ്ടും പറയാവുന്നതാണ്. പക്ഷെ ഏറ്റവും ചേരുന്നത് പ്രഥമമായി ഗണിക്കേണ്ടവൻ, പ്രഥമഗണനീയൻ തന്നെ. ഇനി ഈ പറഞ്ഞ പോലെ അഗ്രഗണ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ മാത്സിലൊക്കെ അയാൾ ഒരു അഗ്രഗണ്യനാണ്. പ്രഥമമായി ഗണിക്കേണ്ടവൻ എന്നുള്ള അർത്ഥം വരും. എന്തായാലും രണ്ടും പറയാം കേട്ടോ. എതിർലിംഗം എഴുതുക. വിദ്വാൻ, വിദുഷി. ശൈലി അജഗളസ്തനം, അജം ആട്. യെസ്, ആട് ആട് ആടാട്. ആടല്ല, ഇത് ഗോട്ട്. ആട്ടുമ്പ ആട്ടുമ്പ, പാല് തരുന്ന ആട്ടുമ്പ. ഇനി അജം. ഗളം എന്താണ്? ഗളം കഴുത്ത്. ആടിന്റെ കഴുത്തിലെ സ്തനം, അകിട് എന്താണ്? അപ്പോ ആടിന്റെ കഴുത്തിലെ അകിട്, മുട്ടനാടിന്റെ കഴുത്തില് അകിട് പോലെ ഒരു സാധനം ഇങ്ങനെ കിടക്കും. പാല് വല്ലതും കിട്ടുമോ നമുക്ക്? ഇല്ല. നോ യൂസ്, യൂസ്ലെസ്. അപ്പോ അനാവശ്യമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തില് അജാഗളസ്തനം. നിങ്ങൾക്ക് ആരുടെങ്കിലും ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് മൊബൈലിൽ അങ്ങനെ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾ ചോദിക്കും ബ്ലോക്ക് ചെയ്താൽ പോരെയെന്ന്. ഇല്ല, ബ്ലോക്ക് ചെയ്യണ്ട എന്ന് ഇഷ്ടമല്ല. അങ്ങനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാഹുൽ, സോറി രാഹുലേ, എന്നാലും രാഹുൽ ആണെങ്കിൽ നിങ്ങൾ അജാഗളസ്തനം രാഹുൽ അടിച്ചിടണേ. യൂസ്ലെസ് എന്നുള്ള അർത്ഥം. നമ്മളെ രാഹുലാണെങ്കിൽ ആ രാഹുലല്ലേ, ഇത് വേറെ വേറെ പറഞ്ഞാൽ കേൾക്കാത്ത രാഹുല്. അത് തന്നെ. ഇനി സമാന പദങ്ങൾ ഏതൊക്കെ? അഭിലാഷം, കാംക്ഷ, കൽപ്പന, ആഗ്രഹം. 1, 2, 3. കൽപ്പന കമാൻഡ് അല്ലേ, ബാക്കിയെല്ലാം ആഗ്രഹമല്ലേ. അപ്പൊ 1, 2, 4 ആണ് ആൻസർ. 1, 2, 4. ഓക്കെ. കാക്ഷിക്കുക, ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥം. ശരിയായ വാക്യം കണ്ടെത്തുക. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണന കത്ത് നൽകുകയും ചെയ്തു. ക്ഷണം, വിളി. ക്ഷണനം എന്താ മക്കളെ? ക്ഷണനം മരണമാണേ. ക്ഷണനം മരണം. അപ്പൊ പിന്നെ ക്ഷണനക്കത്തെന്ന് മരണക്കത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയായി പറയണേ അല്ലേ? എന്തൊക്കെയായി കേരളത്തിൽ സംഭവിക്കണേ? ക്ഷണനക്കത്ത് കൊടുക്കേ, എന്താ ഇത്? ശിവ. ക്ഷണനക്കത്ത് എന്ന് പറഞ്ഞാൽ മരണക്കത്തല്ലേ? ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തിയെ കണ്ട് മരണക്കത്തൊക്കെ കൊടുക്കുക. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണക്കത്ത് നൽകുകയും ചെയ്തു. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണക്കത്ത് നൽകുകയും ചെയ്തു. ആശുപത്രി ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ട് ക്ഷണനക്കത്ത് നൽകി. ഇതേ വീണ്ടും മരണക്കത്ത്. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് ക്ഷണനം ചെയ്തെന്ന്. 1. ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിശിഷ്ട വ്യക്തിയെ ചെന്ന് കണ്ട് തട്ടി അവരെ കൊന്നിട്ട് മോർച്ചറി ഉദ്ഘാടനം ഒരിക്കും മിക്കവാറും. ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണം. സോ ക്ഷണക്കത്താണ് വേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ ശരിയായ പ്രയോഗം ഏതാണ്? ക്ഷണക്കത്ത്. ക്ഷണനക്കത്ത് മരണക്കത്ത്, ക്ഷണനം കൊലപാതകം. സോ വിശിഷ്ട വ്യക്തിയെ കൊന്നു മോർച്ചറിയുടെ ഉദ്ഘാടനം ഒന്നും നടത്തരുത്. അടുത്ത് ശരിയായ പദമേത്? വിഡ്ഢിത്തം. വിഡ്ഢിത്തം അല്ലെ? വിഡ്ഢിയുടെ ഗുണം വിഡ്ഢിത്തം. അടുത്ത ഉത്പതിഷ്ണു എന്ന പദത്തിന്റെ വിപരീതം യാഥാസ്ഥിതികൻ. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ അംഗീകരിക്കുന്നവൻ. കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ അംഗീകരിക്കുന്നവൻ. ഒറ്റപ്പദം ചോദിച്ചാൽ മക്കൾസ് എഴുതണം ഉതുപ്പതിഷ്ണു. എന്താണ് ഉതുപ്പതിഷ്ണു? ഉതുപ്പതിഷ്ണു എന്ന് പറയും. വായിക്കുമ്പോ അങ്ങനെ വായിക്കരുത്.
എന്നെയും കൂടെ നാണം കെടുത്തരുത്. ഉത്പത്തിഷ്ണു എന്ന് വായിക്കേണ്ട, ഉത്പത്തിഷ്ണു. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? ഉത്പത്തിഷ്ണു. എഴുതുമ്പോൾ ഉത്പത്തിഷ്ണു. അതെന്തിനാ? പദശുദ്ധിയിൽ വരണമെങ്കിൽ അറിയാനായിട്ടെ. ഇനി മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. മാമൂലുകളെ മുറുകെ പിടിക്കും, വവ്വാലല്ല, മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്ന് വെച്ചാൽ മാമൂല് എന്ന് പറഞ്ഞ ഈ പഴയ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, കുറെ ആചാരങ്ങള് അങ്ങനെയൊക്കെ മുറുകെ പിടിക്കുന്നവരെ നമ്മൾ പറയും യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികൻ. ആചാരങ്ങള് ദുരാചാരം എല്ലാം വരും എന്ന് വെച്ചാൽ മാറ്റങ്ങളൊന്നും അത്ര പെട്ടെന്ന് അംഗീകരിക്കാത്തവരെയാണ് നമ്മൾ യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫോർവേഡ് ആയിട്ടുള്ളത്. ഇതോ ഓർത്തഡോക്സ്. ക്ലിയർ? യെസ്. ഓക്കെ മക്കൾസ്, നമ്മൾ 30 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 31ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? തദ്ധിതം. ഇത്തം വരാൻ ചാൻസ് ഇല്ല, എങ്കിലും കിടന്നോട്ടെ. ഇത്തരം, മ. ഇതിത്രയും അവസാനം വന്നാൽ തദ്ധിതമാണ്. ഇത്തം, ഇത്തരം, മ. തന്മാത്ര തദ്ധിതം എന്ന് പറയും. സോ അടിമത്തം. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? കണ്ടു അധികം എടുത്തു, കണ്ടെടുത്തു, ഉകാരം ലോപിച്ചു, ലോപസന്ധി. വന്നു അധികം എത്തി, വന്നെത്തി, ഊകാരം ലോപിച്ചു, ലോപസന്ധി. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം, ആദേശസന്ധി. വാഴ അധികം ഇല, വാഴയില, ആഗമ സന്ധി. വാഴ പ്ലസ് ഇല, വാഴയില. കണ്ടു അധികം എടുത്തു. ഓക്കെ, ഇവിടെ എല്ലാം ലോപമാണ്. വന്നു പ്ലസ് എത്തി, വന്നെത്തി. ഓക്കെ, അപ്പോൾ വിണ്ടലമാണ് ആൻസർ. വിൺ പ്ലസ് സ്ഥലം. നമ്മളിപ്പോൾ പിരിച്ചല്ലേ ഉള്ളൂ മക്കൾസ്. വിൺ പ്ലസ് സ്ഥലം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. വൃശ്ചികം തെറ്റാണേ. വൃശ്ചികം. സന്നിഗ്ധം ശരിയാണ്. അധപതനം തെറ്റ്. ആ ധ വിസർഗചിഹ്നം പതനം. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. അധപതനം. യാദൃച്ഛികം ശരിയായ പദം. യാദൃച്ഛികം തെറ്റ്. യാദൃ അച്ഛൻ്റെ ഇച്ഛയാണ് യാദൃച്ഛികം. സന്നിഗ്ധം, സന്നിഗ്ധം ഇത് തെറ്റാണ് കേട്ടോ. സോറി. അപ്പൊ നമുക്ക് അധപതനം അങ്ങനെ 2 രീതിയിൽ എഴുതാവല്ലോ. ഇതല്ല, ഇതും തെറ്റ് തന്നെ. കാരണം സന്നിഗ്ധമാണ്. ഇതിൽ കിടക്കുന്നത് സന്നിഗ്ധം എന്നാണ്, അത് തെറ്റ്. അപ്പൊ അധപതനം. ഇങ്ങനെ വിസർഗ ചിഹ്നമായിട്ട് 1 പായിടണം, അല്ലെങ്കിൽ വിസർഗ ചിഹ്നം ഒഴിവാക്കി 2 പായിടണം. അധപതനം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അധപതനം 2 രീതിയിൽ എഴുതാം കേട്ടോ. ഒന്നിൽ വിസർഗ ചിഹ്നം ഇട്ട് 1 പാ, അല്ലെങ്കിൽ വിസർഗ ചിഹ്നം ഒഴിവാക്കി 2 പായും ഇടാം. അധപതനം എന്ന്. ഓക്കെ അല്ലേ? ഇനി തലമുടിക്ക് പര്യായ പദം അല്ലാത്തത്. വേണി തലമുടിയാണ്, വാണി വാക്കാണ്, ചിഗുരം മുടിയാണ്, കേശം മുടിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പിന്നെ നമുക്ക് മുടിക്ക് കുഴൽ പറയാം, കൂന്തൽ പറയാം, പിന്നെ നമുക്ക് ചൂലം മുടിയാണ്. മുടിക്ക് ഇതൊക്കെ പറയാം. കറുത്ത പെണ്ണേ കരിങ്കുഴലി കറുത്ത കുഴലോട് കൂടിയവളെ. കാർകൂന്തൽ കെട്ടിലെന്തിനു വാസനത്തൈലം. കൂന്തൽ മുടി, ചൂലം. ദാണ്ടെ നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. അത് സ്ട്രൈറ്റ് ചെയ്തപ്പോൾ ഗുർവിയുടെ ചൂലം ചൂലുപോലായി എന്ന് പറയണേ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഗുർവിയുടെ ചൂലം ചൂലുപോലെ ആയി. ചൂല് തന്നെ, അത് തന്നെ. അപ്പൊ ചൂലം ഓർത്ത് വെച്ചാൽ മതി. വാണി വാക്ക്. ആകാശത്തിൽ നിന്നും കേൾക്കുന്ന വാക്കാണ് ആകാശവാണി. വാക്കിന്റെ ദേവതയായതുകൊണ്ടാണ് സരസ്വതിയെ വാണിമയി വരദായിനി. അപ്പൊ വാണി ദേവി ആരാ? സരസ്വതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമർത്ഥമായിരുന്നു. സമൃദ്ധം ശ്രദ്ധിച്ചോണേ. നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു. തെറ്റ്. സമൃദ്ധമല്ല, നന്മകളാൽ സമർത്ഥമല്ല. തെറ്റ്. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. പണ്ട് കാലത്ത് തെറ്റാണ്. പണ്ട് എന്ന് മതി. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. പണ്ട് കാലത്ത് തെറ്റാണ്. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് സമർത്ഥമായിരിക്കില്ലല്ലോ. സമൃദ്ധമല്ലേ? നന്മകൾ കൊണ്ട് സമൃദ്ധമാകണം. പണ്ട് കാലത്ത് എന്നുള്ളത്
തെറ്റാണ്. പണ്ട് എന്ന് മതി. ഇവിടെ സമൃദ്ധമാണ് ശരി. സമൃദ്ധ മീൻസ് ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു. സമർത്ഥം എന്ന് പറഞ്ഞ സാമർഥ്യമല്ലേ, അതിവിടെ വേണ്ടാലോ. നന്മകൾ കൊണ്ട് സാമർഥ്യമല്ല, നന്മകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു എന്നല്ലേ വേണ്ടത്. ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ ചൂലം പുറകിലേക്ക് ഇടുകയാണ് കുട്ടികളെ. ചൂല് പോലുള്ള ചൂലം, ചൂടായോണ്ടാണ് ചൂലമൊക്കെ വാരി കെട്ടി വെച്ചതേ. ചൂലം ഇനി മറക്കില്ലല്ലോ, ചൂല മറക്കില്ല. The climate change has started to show its sign in the form of drought, ice melting, etc. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. യെസ്, വരൾച്ച, മഞ്ഞുരുകൽ. മഞ്ഞുരുകുന്നതിലൂടെയും വരൾച്ചയിലൂടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. വരൾച്ച, the climate change has started to show. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. യെസ്, വരൾച്ചയും മഞ്ഞുരുകലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. വരൾച്ചയും മഞ്ഞുരുകലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. വരൾച്ചയും മഞ്ഞുരുകലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് മതി. ദ ക്ലൈമാറ്റ് ചേഞ്ച് ഹാസ് ടോട്ട്. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ദ ക്ലൈമാറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ. യെസ്, സോറി കേട്ടോ. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എന്ന് തന്നെ വേണം. അല്ലാതെ ലക്ഷണങ്ങളാണ് എന്നുള്ളതല്ല. ടു ഷോ എന്ന് പറയുന്നില്ലേ, അതായത് കാണാൻ കഴിയും, പ്രകടമാകും എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. ഇനി തെറ്റായ ജോഡി ഏതാണ് എന്ന് നോക്കാം. ഫണി, ഫണിനി തന്നെ. ഫണി ആൺപാമ്പ്, ഫണിനി പെൺപാമ്പ്. മഹാൻ, മഹതി തന്നെ. മനസ്സി, മനസ്സിനി. മഹർഷി, മഹർഷിനിയല്ല, മഹർഷിണി ആണേ. അപ്പൊ ഇവിടെ തെറ്റായ ജോഡി ഡി ആണേ. ഓക്കെ, ഡി ഈസ് ദ റോങ് പെയർ. ദാമം അർത്ഥം കയർ, അതുകൊണ്ട് ദാമം ഉദരത്തിലുള്ളവൻ. ദാമം ഉദരത്തിൽ ഉള്ളവൻ അതാരാവും? ദാമോദരൻ. ദാമം കയറ്. യശോദ, അമ്മ യശോദ ശ്രീകൃഷ്ണനെ കയറ് വെച്ച് വയറ്റിൽ കെട്ടി ആ ഉരളിൽ ബന്ധിച്ചു. അപ്പൊ ആ ഉരളും കൊണ്ടുപോയി ദാമത്തോടെ, കയറോടെ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ദാമോദരൻ എന്ന് വിളിക്കുന്നത്. ദാമം ധരിച്ചവനല്ല, ദാമോദരൻ ഇങ്ങനെയാണ്, ഉദരത്തിൽ ദാമമുള്ളവൻ, കയറുള്ളവൻ. ഇനി വേഗം എന്ന അർത്ഥം വരുന്ന പദം, വരാത്ത പദം. ശീഘ്രം വേഗമാണ്, ദ്രുതം വേഗമാണ്, ആശു വേഗമാണ്. അംശു എന്താ? കണ്ണുനീർ. അംശു രശ്മി, രശ്മി, രശ്മി. സൂര്യാംശോരോ വയൽ പൂവിലും രശ്മി. ആശു ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരേതാശു നീ. പെട്ടെന്ന് വെള്ളം തരാൻ. ആശു, ദ്രുതം, ശീഘ്രം. ഓക്കെ, ഇത് കുമാരനാശാന്റെ ചണ്ടാല ഭിഷുകിയിലെ വരികളാണ് പാടിയത്. അംശു എന്താ? രശ്മി. സൂര്യാംശു, സൂര്യന്റെ കിരണം, രശ്മി. അപ്പൊ ഇവിടെ വരാത്തത് അംശു. ഇനി മക്കൾസെ അശ്രു എന്ന് പറഞ്ഞ കണ്ണുനീർ. അശ്രുബാഷ്പം ചൂടി നിൽക്കും, അങ്ങനെയാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പൊ അശ്രു, കണ്ണുനീർ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് മക്കളെ? മലയാളികൾ അലിംഗ ബഹുവചനം. ആൺമലയാളിയും പെൺമലയാളിയും ചേർന്നല്ലേ മലയാളികൾ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ജെൻഡർ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സലിംഗം അല്ല, പൂജകം അല്ല, അലിംഗ ബഹുവചനം. മക്കളെ, നമ്മൾ 40 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 41ാമത്തെ ചോദ്യത്തിലേക്ക് ഈ ചൂടേറിയ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മൾ 41ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പിരിച്ചെഴുതുക. നന്നൂൽ. നല് പ്ലസ് നൂലാണ് എന്ത്? നന്നൂൽ, നന്നൂൽ. ഓക്കെ, ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. നല് പ്ലസ് നിലം ചേർത്ത് എഴുതുമ്പോ എന്താവുമെന്നറിയോ? നന്നിലം, നന്നിലം. നന്നിലം എന്ന് പറഞ്ഞാൽ നല്ല ഭൂമി എന്നുള്ള അർത്ഥം. നന്നൂല്, നന്നിലം. നല്, നിലം, നന്നിലം. ഇവിടെ ല് പോയി ന് വരും. ഈ നും ഈ നായും കൂടെ ചേർന്നാണ് ഇന്നയാകുന്നത്. നന്നിലം, നന്നൂൽ. എതിർലിംഗം എഴുതുക. സാത്വികൻ. സാത്വിക, സാത്വി, സാത്വിനി, സാത്വികിയാണേ. സാത്വികി. സാത്വികി എന്ന് പറഞ്ഞാൽ സാത്വിക ഭാവം എന്ന് പറഞ്ഞാലേ ഈ ശാന്തം, വളരെ ശാന്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിന്റെ ശയനം സാത്വിക ഭാവത്തിലാണ്, രൗദ്രഭാവത്തിലല്ല. സാത്വികം, ശാന്തമായ ഭാവം, സാത്വിക ഭാവം. അപ്പൊ സാത്വികി എന്നാണ് ആൻസർ.
സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ദേവതമാർ, ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സമരക്കാർ അലിംഗം, മെടുക്കർ അലിംഗം, ജനങ്ങൾ അലിംഗം. അപ്പൊ ഇവിടെ ദേവതമാർ, ദേവന്മാർ ഒക്കെ സലിംഗ ബഹുവചനം. ശരിയായ പദമേത്? സർവതോമുഖം മീൻസ് നാനാ മേഖലകളിൽ എന്നുള്ള അർത്ഥം. നാനാ മേഖലകളിൽ, സർവതോന്മുഖം അല്ല, സർവതോമുഖമാണ്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, നമ്മൾ അനറ്റ് ചിത്തിര, അനറ്റിനെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയെന്നിരിക്കട്ടെ. അനറ്റ് ഇങ്ങനെ പ്രസംഗിക്കാൻ വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഗുരുവി, പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, ഈ പഞ്ചായത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ഞാൻ പോരാടും, എൻ്റെ ഓരോ തുള്ളി രക്തവും ഞാൻ ഈ പഞ്ചായത്തിന് വേണ്ടി സമർപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അനറ്റ് ഇങ്ങനെ തള്ളിമറിക്കും. അപ്പൊ സർവതോമുഖമായ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതി. ഓക്കെ. ഇനി അനറ്റാണ് ഇന്നത്തെ ഇര. പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ: പ്രവാളം, സുഭദ്രകം, വിദ്രുമം. ഹിരണ്യമാത്ര സ്വർണമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രവാളം, പവിഴം, സുഭദ്രകം അല്ലെ? പവിഴം ഒന്നും ശരിയാ, പ്രവാളം. അപ്പൊ ഒന്നും നമുക്ക് വിദ്രുമം, സുഭദ്രകം വരത്തില്ല കേട്ടോ. സുഭദ്രകം വന്നിട്ട് വെള്ളി ആണെന്നാണ് തോന്നുന്നത്. സോ 1 and 4, 1ഉം 4ഉം എ ആണ്. ഹിരണ്യം സ്വർണമാണ്, സുഭദ്രകം എനിക്ക് തോന്നുന്നു വെള്ളി ആണെന്നാണ് തോന്നുന്നത്. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. നോക്കിയിട്ട് ടെലഗ്രാം ചാനലിൽ ഇടാമേ. സുഭദ്രകം പ്രവാളവും വിദ്രുമവുമാണ്, ഹിരണ്യം സ്വർണം തന്നെ. ശരിയായ വാക്യം: മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു. ഉണ്ണുന്നത് ഉച്ചയ്ക്കായതുകൊണ്ട് ഞാൻ ചോറുണ്ടു എന്ന് മതി, നമുക്ക് മനസ്സിലാവും അത് ഉച്ചയ്ക്കാണെന്ന്. നമ്മൾ പിന്നെ ഫുൾ ടൈം ചോറ് കഴിക്കണ പോലെയല്ല, യഥാർത്ഥത്തിൽ ഉണ്ണുന്നത് ഉച്ചയ്ക്കേ പാടുള്ളൂ. അവൻ എല്ലാ ദിവസവും വരുമെന്ന് വേണ്ട, അവൻ ദിവസവും വരും എന്ന് മതി. ദിവസവും എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്നുള്ളൊരു അർത്ഥം കിട്ടുന്നുണ്ട്. പിന്നെ കിടന്നിട്ട് വീണ്ടും എല്ലാ എന്ന് പറയണ്ട. അവൻ ദിവസവും വരും, ഞാൻ ദിവസവും പോകാറുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും എന്നുള്ളൊരു മീനിങ് കിട്ടും. ഇനി ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. ഒന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുതെന്ന് പോരെ? യെസ്. അപ്പോൾ ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. മനസ്സിലല്ലേ വിചാരിക്കുന്നത്, പിന്നെ നമ്മൾ മനസ്സിൽ നിന്ന് പിന്നെ പറയണ്ടല്ലോ. ഒന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത് എന്നാണ് പറയുന്നത്. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. അതും ഓക്കെ. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്. കാറ്റുള്ളപ്പോൾ പാറ്റുക, സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. വിപരീത പദം: പരദേശം, സ്വദേശം. ഓക്കെ. വേൾത്തു, വേട്ടു. വേൾക്കുക, കല്യാണം കഴിക്കുക, വേളി കഴിക്കുക എന്നുള്ള അർത്ഥം. വേളി കഴിക്കുക അതായത് വിവാഹം കഴിക്കുക. അപ്പൊ വേൾത്തു, വേട്ടു ആദേശ സന്ധി. വേൾ പ്ലസ് തു, അവിടെ അതെന്താവും? വേട്ടു എന്നാവും. ഇത് ആദേശ സന്ധിയാണ്. വേട്ടു. ഓക്കെ. വേൾത്തു, വേട്ടു. രസാലം, തേന്മാവ്. രസാലം എന്താണ്? തേന്മാവ്. ചൂതം എന്നും പറയും. ചൂതം, രസാലം ഒക്കെ എന്താണ്? തേന്മാവ് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ 50 ചോദ്യങ്ങളാണ് ഇപ്പൊ വായിച്ചതും പഠിച്ചതും. PYQ ഇതുപോലെ അങ്ങോട്ട് പരീക്ഷ വരെയും നമ്മൾ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് മാരത്തോൺ സെഷൻസുമായിട്ട് കട്ടയ്ക്ക് ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ പരീക്ഷാ ചൂടിൽ ഞാനും വിയർക്കുന്നു, നിങ്ങളുടെ പരീക്ഷാ ചൂടിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതേ തുടർന്ന് ഇതേ ക്വസ്റ്റ്യൻസ് സജീസ് മലയാളം ടെലഗ്രാം ചാനലിൽ പോൾ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യാം. അതുപോലെ സജീസ് മലയാളം യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.